നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഒപ്പനയിൽ ഇന്ത്യ തീർത്ത് കാസർഗോട്ടെ അപ്സര സ്കൂൾ. റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി ഒരുക്കം. പാലക്കാട് നെൽകൃഷിക്ക് ഭീഷണിയായി കീടങ്ങൾ. വിളയൂരിൽ 10 ഏക്കറോളം നെൽകൃഷി പ്രതിസന്ധിയിൽ. പാലക്കാട് വല്ലപ്പുഴയിൽ തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കം. വേനൽക്കാലവും റംസാൻ വിപണിയും ലക്ഷ്യമിട്ട് കൃഷി. സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് തുക സമാഹരിക്കാൻ ഒരുമിച്ച് മലപ്പുറം മമ്പാട്ടുകാർ. മെഗാ ബിരിയാണി ചലഞ്ചിൽ വിതരണം ചെയ്തത് 45,000-ഓളം ബിരിയാണി പൊതികൾ. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. ഒപ്പന കൊണ്ടൊരു ഇന്ത്യ. കാസർഗോഡ് അപ്സര സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചുവടുവെച്ച് ഒരു രാജ്യത്തിന്റെ മിനിയേച്ചർ ഒരുക്കുകയാണ്. കാസർഗോഡ് ദേളിയിലെ അപ്സര സ്കൂളിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ ഒരുക്കുന്നത്. ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചുവടുവെച്ച് ഒരു രാജ്യത്തിന്റെ മിനിയേച്ചർ സൃഷ്ടിക്കാനുള്ള കഠിന പരിശീലനത്തിലാണ് ഇവർ. രണ്ടാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള 250ഓളം കുട്ടികളാണ് ഒപ്പനയ്ക്ക് ചുവടുവെക്കുന്നത്. +1 വിദ്യാർത്ഥിനി ഷഹലയാണ് മണവാട്ടിയായി എത്തുന്നത്. ജംബോ ഒപ്പന, മെഗാ ഒപ്പന, ബൃഹത് ഒപ്പന, മാസ് ഒപ്പന എന്നിവയ്ക്ക് ആശയാവിഷ്കാരം നൽകിയ ജുനൈദ് മെട്ടമ്മലാണ് ഈ വേറിട്ട ആശയത്തിന് പിന്നിൽ. തന്റെ കരിയറിലെ ശ്രദ്ധേയമായ മറ്റൊരു ചുവടുവെപ്പിലൂടെ ലോക റെക്കോർഡിൽ ഒരേടുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ജുനൈദ് മെട്ടമ്മൽ. നമുക്ക് എണ്ണത്തിലല്ല, നമുക്കൊരു മിനിയേച്ചറിൽ ചെയ്യാമെന്ന് സൂചിപ്പിച്ചു. അങ്ങനെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു വേൾഡിലെവിടെയും ഒരു ആർട്ട് ഫോമിലൂടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കലാരൂപം കളിക്കുകയും ആ ചുവട് വെച്ച് ആ പാട്ടിനനുസൃതമായി കളിക്കുകയും ചെയ്തിട്ട് ഒരു രാജ്യത്തിൻ്റെ മിനിയേച്ചർ, ഒരു ഭൂപടം തയ്യാറാക്കുക എന്നുള്ളത്. പ്രാദേശിക കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിലെ ദേശീയബോധമുണർത്തുക തുടങ്ങിയ കാഴ്ചപ്പാടിലാണ് സ്കൂൾ ഇത്തരമൊരു പരിപാടി ഒരുക്കുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ബോധം, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനം, അത് പ്രോത്സാഹിപ്പിക്കുക, ആ ഒരു കഴിവ്, ആ ഒരു മെൻറ്റാലിറ്റി കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഒപ്പന കൊണ്ട് ഇന്ത്യ ഒരുങ്ങുക. ഒപ്പനയുടെ ചടുലതയും ഒപ്പം ദൃശ്യഭംഗിയും സമന്വയിപ്പിക്കുമ്പോൾ കാഴ്ചക്കാർക്ക് മികച്ച അനുഭവമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം മമ്പാട് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരുമ മെഗാ ബിരിയാണി ചലഞ്ച് നാട് ഏറ്റെടുത്തു. 45,000-ഓളം ബിരിയാണി പൊതികൾ തയ്യാറാക്കിയാണ് ചലഞ്ച് നടത്തിയത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. മമ്പാട് ജനകീയ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ മുഖമായിരുന്നു ബിരിയാണി ചലഞ്ച്. ബിരിയാണി ചലഞ്ച് വിജയമാക്കാൻ നാട് ഒന്നിക്കുകയായിരുന്നു. 50 കിൻഡൽ അരി ഉപയോഗിച്ച് തയ്യാറാക്കിയ 45,000 ബിരിയാണി പൊതികളാണ് മഞ്ചേരി മുതൽ വഴിക്കടവ് വരെ മണിക്കൂറുകൾക്കകം എത്തിച്ചത്. മമ്പാട്ടിലെ 42ഓളം ക്ലബ്ബുകളും കുടുംബശ്രീ പ്രവർത്തകർ, പാലിയേറ്റീവ് പ്രവർത്തകർ, ഓട്ടോ തൊഴിലാളികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, NSS, NCC തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനകൾ, വ്യാപാരി വ്യവസായികൾ, പ്രദേശവാസികൾ തുടങ്ങി എല്ലാവരും അണിചേർന്നു. മലബാറിന്റെ തനിമയാർന്ന രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്ന മമ്പാടിയിലെ 58 പാചക വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് 200 ചെമ്പ് ബിരിയാണി തയ്യാറാക്കിയത്.
പാചകവും പാക്കിങ്ങും വിതരണവും എല്ലാം സൗജന്യമായതോടെ സേവനത്തിന്റെ പുതുമാതൃകകളും മമ്പാട്ടുകാർ കാഴ്ചവെച്ചു. 100 രൂപ നിരക്കിലാണ് ബിരിയാണി വിറ്റത്. പാലിയേറ്റീവ് രോഗികൾക്കായി 50 ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയാണ് ലക്ഷ്യം. മമ്പാട് പാലിയേറ്റീവ് ചെയർമാൻ യൂസഫ് MVU, സെക്രട്ടറി മുഹമ്മദ് എന്നിവരുടെ കീഴിൽ K. ഷാജഹാൻ കൺവീനറായും VP ഷബീറുദ്ദീൻ ചെയർമാനുമായുള്ള ധനശേഖരണ കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകിയത്. ന്യൂസ് 18 മമ്പാട്. കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ വലിയ ആഘോഷത്തോടെയാണ് ചിത്രത്തെ ആരാധകർ സ്വീകരിച്ചത്. പ്രതീക്ഷയാണ്, പക്ഷെ നമ്മൾ അധികം പ്രതീക്ഷകൾ വെക്കാണ്ട് ഓഡിയനായിട്ട് പടം മൊത്തം കണ്ട ശേഷം നമുക്ക് നോക്കാം. വൻ പ്രതീക്ഷ വെച്ചിട്ടോ ഇങ്ങനെയായിരിക്കും, പ്രതീക്ഷകളൊന്നുമില്ല, പടം കാണാം എന്നാണ് മെയിൻ സംഭവം. എങ്ങനെ ഉണ്ടാവുന്നത് കണ്ടു നോക്കിയിട്ട് പറയാം, അതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് അതിനൊപ്പം തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പടത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഡ്രോപ്പ്, DOP, മ്യൂസിക്, പിന്നെ ട്രെയിലർ ടീസറൊക്കെ ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. പക്ഷേ ട്രെയിലർ ടീസറല്ലല്ലോ പടം മൊത്തം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. തീർച്ചയായും മോഹൻലാൽ ഒരു തിരിച്ചുവരവ് തന്നെയാണെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ നേരിന് ശേഷം ഇതും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. മോഹൻലാല് നമ്മൾ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കാം. ഒട്ടും നിരാശപ്പെടുത്തില്ലാത്ത പ്രതീക്ഷ തന്നെയുണ്ട്. പിന്നെ റിവ്യൂ കണ്ട് സിനിമ കാണാൻ താല്പര്യം. പിന്നെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നത്, നമുക്ക് ഫസ്റ്റ് ആദ്യമേ കാണണം. പിന്നെ കുറെ നമുക്ക് ശേഷം വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എന്തായാലും പ്രതീക്ഷയ്ക്ക് കുറവൊന്നുമില്ല. ബാക്കിയെല്ലാം പടം കണ്ടറിയാം. ഞങ്ങളെല്ലാം ഈ പടമൊക്കെ ആദ്യം തന്നെ ഒറ്റ മൈൻഡിൽ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്തായാലും ഞങ്ങളെ നിരാശപ്പെടുത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രതീക്ഷ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ച് നമുക്ക് നിരാശപ്പെടാൻ താല്പര്യമില്ല. പ്രതീക്ഷയില്ലാതെ വന്ന് അടിപൊളിയായിട്ട് ഇറങ്ങാനുള്ള ആകാംക്ഷ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. മോഹൻലാൽ ആരാധകരുടെ പ്രതികരണമാണ് കണ്ടത്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും പാലക്കാട് നിന്ന് S. വിനേഷ് കുമാറും ചേരും. ആദ്യം നവമിയിലേക്ക് പോവുകയാണ്. നവമി, സിനിമ ആരംഭിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ആരാധകരൊക്കെ തന്നെ അവിടെ എത്തിയിരിക്കുന്നു. എന്തായാലും നിരാശപ്പെടുത്തില്ല എന്നൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? വെരി ഗുഡ് മോർണിംഗ് രഞ്ജിനി. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ വനിതാ വിനീത തിയേറ്ററിന് മുന്നിലാണ്. ഇവിടെ 4 സ്ക്രീനിലാണ് മലൈക്കോട്ടെ വാലിബൻ പ്രദർശിപ്പിക്കുന്നത്. 6:30 തന്നെ, കൃത്യം 6:30 തന്നെ ഷോ ആരംഭിക്കുകയും ചെയ്തു. പ്രേക്ഷകരെല്ലാം വലിയ ആകാംക്ഷയിലാണ്. 1 വർഷത്തിലധികമായുള്ള കാത്തിരിപ്പാണ് മലൈക്കോട്ടെ വാലിബിന് വേണ്ടി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മോഹൻലാലിന്റെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം, ഇന്ത്യ തന്നെ കാണാത്ത ഒരു ഗെറ്റപ്പിൽ, അല്ലെങ്കിൽ പുതിയൊരു ചിത്രവും പുതിയൊരു പ്രമേയവുമായി ലിജോ ജോസ് പല്ലിശ്ശേരി എത്തുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനോടൊപ്പം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഡയറക്ഷനിൽ മോഹൻലാൽ എത്തുന്നു. ആ പ്രതീക്ഷയാണ് ഈ പ്രേക്ഷകർ ഈ രാവിലെ തന്നെ 6:30 ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഇവിടെ എത്തിയത്. മോഹൻലാൽ ആരാധകരുണ്ട്, ഒപ്പം തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആരാധകരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടറിന് ഇത്രയധികം ആരാധകരുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം കാണണമെങ്കിൽ ഈ തിയേറ്ററിന് മുന്നിൽ ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപിൽ ഇവിടെ എത്തിയാൽ മതി. കാരണം ആളുകളൊക്കെ മോഹൻലാലിനോടൊപ്പം തന്നെ അത്രയേറെ പ്രതീക്ഷ വെക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി. അതുകൊണ്ട് പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് 6:30 രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാനുള്ള അവരുടെ ഒരു ആകാംക്ഷയും എല്ലാം അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1 വർഷത്തെ ഒരു ഷൂട്ടായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ച്. മോഹൻലാലിന്റെ ഇതിന്റെ ട്രെയിലറിലും ടീസറിലും പോസ്റ്ററിലും ഒക്കെ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഹൻലാൽ, അതിന്റെ ഒരു ഗെറ്റപ്പിലായാൽ പോലും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ സിനിമയുടെ ട്രെയിലറിൽ കാണുന്ന ഓരോ രംഗങ്ങളും, ഇതെല്ലാം തന്നെയാണ് പ്രേക്ഷകരെ ഈ സിനിമ കാണാൻ ഇവിടേക്ക് എത്തിക്കുന്നതും. ആ പ്രതീക്ഷയാണ് നമ്മളും ഇവിടെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും എനിക്ക് ഈ സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഫസ്റ്റ് ഷോ വന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞാനും എന്തായാലും ഇതൊന്ന് റിവ്യൂ നോക്കി സിനിമ കാണില്ല. പക്ഷേ എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ ഈ സിനിമ കാണണമെന്ന ആഗ്രഹം എനിക്കുമുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു കൂട്ടം നല്ല സിനിമകൾ, ഈ ആമേൻ തൊട്ടായാലും ജെല്ലിക്കെട്ട്, അതിനുശേഷം തന്നെ നൻപകൽ നേരത്ത് മയക്കമൊക്കെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയം. ആളുകൾക്ക് എല്ലാ ജോണറിലുള്ളവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഒരു സിനിമാ പ്രേമികൾക്ക് അല്ലെങ്കിൽ സിനിമയെ വ്യത്യസ്ത തലത്തിലേക്ക് കാണുന്നവർക്ക് ആ സിനിമ വലിയ സ്വീകാര്യതയായിരുന്നു. വലിയൊരു രീതിയിലായിരുന്നു ആ സിനിമ
പ്രേക്ഷകരെ ട്രീറ്റ് ചെയ്തത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ സിനിമയിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ഷിബു ബേബി ജോണാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ. ഈ സിനിമയുടെ ഈ പ്രസ് മീറ്റും ഇന്റർവ്യൂകൾക്ക് ഇടയിലും ഇവർ പറയുന്ന ആ ഒരു ഇതിന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ സിനിമ മലയാളം ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും, അത്തരത്തിലുള്ളൊരു ട്രീറ്റ് ആ രീതിയിലായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അവരുടെ ഒരു പ്രതീക്ഷ അത്തരത്തിലാണ്. എന്തായാലും ഈ സിനിമ ഏകദേശം 9 മണിയോട് കൂടിയായിരിക്കും അവസാനിക്കുക. 2:45 ആണ് സിനിമയുടെ ഡ്യൂറേഷൻ. ഇപ്പോൾ അത് കഴിഞ്ഞ് പ്രേക്ഷകർ വരുമ്പോൾ അറിയാം എന്താണ് അവരുടെ ഒരു എത്രത്തോളം അവരുടെ പ്രതീക്ഷ ഈ സിനിമ വെച്ച് പുലർത്തി അല്ലെങ്കിൽ നിറവേറ്റിയെന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കുറച്ചൊക്കെ ആരാധകർ അധികം പ്രതീക്ഷയൊന്നും വേണ്ട. നമ്മൾ പല സിനിമകളും വലിയ പ്രതീക്ഷയോടെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ നടൻ അതിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ വലിയൊരു സംവിധായകന്റെ ഒക്കെ പ്രതീക്ഷയിൽ വന്ന് സിനിമ കണ്ട് പക്ഷെ നിരാശപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ വലിയ പ്രതീക്ഷയില്ല, പക്ഷേ ഈ ഒരു സിനിമ വരുമ്പോൾ ഈ മോഹൻലാലിന്റെ ഒരു സിനിമ എന്നുള്ളൊരു രീതിയിൽ മാത്രം വന്ന് കണ്ടിട്ട് പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പലരും എത്തുന്നത്. എന്തായാലും സിനിമ ആരംഭിച്ചിരിക്കുകയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ശിഷ്യനായ സംവിധായകൻ ടിനു പാപ്പച്ചൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്തായാലും മോഹൻലാലിന്റെ ഇൻട്രോ സീൻ തുടങ്ങുമ്പോൾ ഞാൻ പുറത്തു നിന്നായിരിക്കും തിയേറ്റർ വീക്ഷിക്കുക, കാരണം തിയേറ്റർ കുലുങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും തിയേറ്റർ കുലുങ്ങുന്നുണ്ടോ എന്ന് ഞാനും ഇവിടെ നിന്ന് നോക്കട്ടെ. എന്തായാലും സിനിമ ആരംഭിച്ചു കഴിഞ്ഞു. മോഹൻലാലിന്റെ ഇൻട്രോ സീനൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം തിയേറ്ററിനുള്ളിൽ നിന്ന് വലിയ ബഹളമൊന്നും കേൾക്കുന്നില്ല. എന്തായാലും സിനിമ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ കൈയടിയായിരുന്നു ഉള്ളിൽ നിന്നും കേട്ടത്. രഞ്ജിനി. യെസ്, അതാണ്. എന്തായാലും വലിയ സ്വീകരണം സിനിമയ്ക്ക് നൽകുന്നു. നിരാശപ്പെടുത്തില്ല എന്ന പ്രതീക്ഷയിൽ ആരാധകർ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നു. നവമിക്ക് എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം സിനിമ കാണാൻ പറ്റട്ടെ ഇന്ന് തന്നെ. പാലക്കാട്ടേക്ക് പോകുമ്പോൾ വിനേഷ് കുമാർ കൂടി അവിടെ നിന്നും ചേരുന്നുണ്ട്. വിനേഷ്, എന്താണ് പാലക്കാട്ടെ സാഹചര്യം? എങ്ങനെ സ്വീകരിക്കുന്നു ആരാധകർ സിനിമയെ? മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവ് ആഘോഷിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് ഇവിടെ ഫാൻസ്. കാരണം മലൈക്കോട്ടെ വാലിബൻ, നമുക്കറിയാം ഒരു വർഷത്തോളമായി ഈ സിനിമ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ആളുകൾ സിനിമ കാണാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ ടീസറും അതുപോലെ തന്നെ ട്രെയിലറും എല്ലാം പുറത്തിറങ്ങിയപ്പോൾ വലിയ തോതിൽ തന്നെ ആളുകളുടെ ഒരു ആവേശം നമ്മൾ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. ഇത് തന്നെയാണ് തിയേറ്ററിലും അലയടിക്കുന്നത്. 6:30 ഷോയാണ്. 6:30 ഫാൻസിന് വേണ്ടി പ്രത്യേക ഷോ പാലക്കാടും അതുപോലെ തന്നെ മറ്റുള്ള കൊച്ചിയിലും തിരുവനന്തപുരത്തും എല്ലാം തന്നെ ആയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ 5 മണിയോട് കൂടി തന്നെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. സിനിമയെ വളരെ ആവേശത്തോടു കൂടി നെഞ്ചേറ്റാൻ ഒരുക്കത്തിലാണ്. കാരണം മോഹൻലാലിൻ്റെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവിനൊപ്പം തന്നെ മലയാളത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്ത ഒരു സിനിമയാണ്. ഇതിൻ്റെ ഒരു മേക്കിംഗ് രീതി അങ്ങനെയാണ്. നമുക്കറിയാം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പുറത്തു വന്ന സിനിമകളെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു മേക്കിംഗ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയും അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ തന്നെ മാത്രമല്ല മോഹൻലാലിൻ്റെയും അതുപോലെ തന്നെ പ്രമുഖ നടീനടന്മാർ എല്ലാം തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. രാജസ്ഥാനിലും പോണ്ടിച്ചേരിയിലും അതുപോലെ തന്നെ ചെന്നൈയിലും ഉൾപ്പെടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. കേരളത്തിലൊന്നും തന്നെ ഇത് ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും സിനിമ വലിയ ആവേശം തന്നെ അലയടിക്കുന്നുണ്ട് തിയേറ്ററുകളിലെല്ലാം തന്നെ. എന്തായാലും ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും എങ്ങനെയായിരിക്കും സിനിമ എന്നറിയണമെങ്കിൽ ആദ്യ പ്രതികരണം വരണമെങ്കിൽ കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. സിനിമ 6:30 ആരംഭിച്ചിട്ടേ ഉള്ളൂ. 2 മണിക്കൂർ 45 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. 8:45 സിനിമ കഴിഞ്ഞ ആരാധകർ പുറത്തെത്തുമ്പോൾ അവരെ നിരാശപ്പെടുത്തിയോ അതോ അവർ വിചാരിച്ചതുപോലെ സിനിമ ആ നിലവാരത്തിലേക്ക് ഉയർന്നോ എന്നൊക്കെ നമുക്ക് പ്രതികരണങ്ങളിലൂടെ കാത്തിരുന്ന് കാണാം. വിനേഷും നവമിയുമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി മലപ്പുറത്തെ പാലത്തിങ്ങൽ ഗ്രാമം. ഇന്ന് നാട് മനുഷ്യച്ചങ്ങല തീർക്കും. പാലത്തിങ്ങൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് വിമുക്തി, കുടുംബശ്രീ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, പോലീസ്, എക്സൈസ് എന്നിവരുടെ സഹകരണത്തോടെ മനുഷ്യച്ചങ്ങല തീർക്കുക. എന്റെ നാട് ലഹരിമുക്ത നാട് എന്ന സന്ദേശവുമായി മാസങ്ങൾ നീണ്ട ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് മനുഷ്യച്ചങ്ങല. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വിദ്യാർത്ഥി സംഗമം, വനിതാ സംഗമം, ബോധവൽക്കരണ ക്ലാസ്, കായിക മത്സരങ്ങൾ, ഗൃഹസന്ദർശനം, ഹെൽത്ത് ക്ലബ്, കൂട്ടയോട്ടം എന്നിവയും നടത്തിയിരുന്നു.
പാലക്കാട് തൃത്താല ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ജനമൈത്രി പോലീസിന്റെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനം പോലീസ് ടീമിന്റെ ഗാനമേളയും അരങ്ങേറി. അണ്ടർ 14 ഗേൾസ് വിഭാഗത്തിൽ സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കബൂർ പഞ്ചായത്തിലെ ഭവപ്രിയ, മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം ലഭിച്ച എടപ്പാൾ സ്വദേശി അഫീഫ, യുവ എഴുത്തുകാരി ശ്രീലക്ഷ്മി, സേതുമാധവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അനുമോദന സദസ്സിന് ശേഷം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച PSC പഠിതാക്കൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് 18 വേണ്ടി യു പ്രതിഭ. കാർഷിക കേരളം. കളയും കീടങ്ങളും നെൽകർഷകരെ ദുരിതത്തിലാക്കുകയാണ്. പാലക്കാട് വിളയൂർ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലാണ് നെൽകൃഷിക്ക് ഭീഷണിയായി കീടബാധ രൂക്ഷമായത്. കാട്ടുപന്നി ശല്യത്തോടൊപ്പം കീടബാധ കൂടിയായതോടെ കർഷകർ ആശങ്കയിലാണ്. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വിളയൂരിലെ കർഷകർ. പന്നിശല്യത്തിന് പുറമെ കീടബാധയും കൂടിയായതോടെ ദുരിതം ഇരട്ടിയാണ്. ചിറക്കൽ, പേരടിയൂർ, കണ്ടങ്കാവ്, കാമ്പുറത്താൽ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് കീടബാധ രൂക്ഷമായത്. ഇതോടൊപ്പം കളശല്യവുമുണ്ട്. ഇപ്രാവശ്യം എന്തോ വളരെ മോശമായിട്ട് ഇപ്പം കൊയ്യാനുള്ള പൈസ ഇപ്പം ഈ നട്ടേന്ന് കിട്ടില്ല എന്നുള്ളൊരു രീതിക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുപോലെ തന്നെ കള നമ്മൾ ഒരു തവണയൊക്കെ എല്ലാ പാടശേഖരത്തിലുള്ള എല്ലാവരും കള പറിച്ചു. നരിയങ്കണ്ട ശല്യം ഇപ്പോൾ ഇവിടെ പാടത്ത് നമ്മൾ കണ്ടു. നെല്ലിനേക്കാൾ ഉയരത്തിൽ ആണ് കള നിൽക്കുന്നത്. അതിനും ഒരു സൊല്യൂഷൻ. എന്തായാലും ഈ പ്രാവശ്യത്തെ കൃഷി വളരെ നഷ്ടത്തിലാവുന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ്. അതേമാതിരി ഞാനിവിടെ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട്. ആ വാഴ ഓരോ ദിവസം രാവിലെ ചെല്ലുമ്പോൾ നമ്മൾ പേടിച്ചിട്ടാണ് ചെല്ലുക. ഒരു ദിവസം ചെല്ലുമ്പോൾ 20 പോയിട്ടുണ്ടാകും, പിറ്റേ ദിവസം ചെല്ലുമ്പോൾ 10. നമ്മൾ എങ്ങനെയൊക്കെ വളച്ച് കെട്ടിയാലും എങ്ങനെയൊക്കെ നെറ്റടിച്ചാലും അതിൻ്റെ ഉള്ളിൽ കൂടെ തുറന്ന് വന്നിട്ട് പിന്നെ വാഴ കാട്ടുപന്നികളെ നശിപ്പിക്കുന്നു. അതുപോലെ ഇപ്പം ഇന്നലെ മുതൽ കുരങ്ങന്മാരും കൂടി എത്തി. കളയും കീടബാധയും കാരണം 10 ഏക്കറോളം നെൽകൃഷി നാശത്തിന്റെ വക്കിലാണ്. തണ്ടുതുരപ്പൻ, കുടപ്പുഴു, ഓലചുരുട്ടി തുടങ്ങിയ കീടബാധകളാണ് കൃഷിയിടങ്ങളിൽ വ്യാപിക്കുന്നത്. കാമ്പറത്താൽ പാടശേഖരത്തിലെ ഒരു കൃഷിക്കാരനാണ്. ഞാനൊരു 5 ഏക്കർ സ്ഥലം നട്ടിട്ടുണ്ട്. അപ്പോൾ അത് 2 പ്രാവശ്യം കള പറിക്കും, 2 പ്രാവശ്യം മരുന്നടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും കള നല്ല ഉണ്ടായിരിക്കാണ്. പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പല കർഷകരും. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് വല്ലപ്പുഴയിൽ തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമായി. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. വേനൽക്കാലത്ത് ആശ്വാസമേകാനും റംസാൻ വിപണിയും ലക്ഷ്യമിട്ടാണ് കൃഷി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 20 ഏക്കറോളം സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. മുൻകാലങ്ങളിൽ നടത്തിയ കൃഷിയിൽ വിജയം നേടിയതോടുകൂടിയാണ് തണ്ണിമത്തൻ കൃഷി തുടരുന്നത്. പ്രദേശത്തെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് കൃഷി. വേനൽക്കാല തണ്ണിമത്തൻ വിപണിയും റംസാൻ വിപണിയും ലക്ഷ്യമിട്ടാണ് കൃഷി ഇറക്കിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് തണ്ണിമത്തൻ വിത്തിട്ട് ഉദ്ഘാടനം ചെയ്തു. കാർഷിക കർമ്മസേന എന്ന പേരിൽ ഒരു കൂട്ടമായി നല്ല രീതിയിലുള്ള കൃഷികളും പുതിയ തരത്തിലുള്ള കൃഷി രീതികളും നമ്മുടെ നാടിനകത്തേക്ക് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് മാത്രമല്ല ഈ ഷൊർണൂർ ബ്ലോക്കിനകത്തെ പരമാവധി പഞ്ചായത്തുകളിലേക്കടക്കം വിപുലീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യത്തിൽ വളരെ വിജയം കൈവരിച്ച ഒരു വിഭാഗം കൂടിയാണ് വല്ലപ്പുഴയിലെ കാർഷിക കർമ്മസേന. 2ാം വിള കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലാണ് തണ്ണിമത്തൻ കൃഷി നടത്തിവരുന്നത്. കടുത്ത വേനലും ജലക്ഷാമവും രൂക്ഷമായതിനാൽ ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ജലസേചനം നടത്തിയത്. വെള്ളത്തോടൊപ്പം വളവും നൽകുന്ന രീതിയിൽ ഉത്തമ കൃഷി പരിപാലന മുറ അവലംബിച്ച് നടത്തിയ തണ്ണിമത്തൻ കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും പുതിയ തരത്തിലുള്ള വെറൈറ്റികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാനുമാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കുട്ടികൾ ചെയ്ത കൃഷിയിൽ 100 മേനി വിളവ്. പാടത്തു നിന്നും പാഠത്തിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് നെൽകൃഷി നടത്തിയത്. മുഹമ്മദ് മുഹസിൻ MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുപാട്ടും ഞാറ്റടികളുമായി കുട്ടികൾ പാടത്തിറങ്ങിയപ്പോൾ ലഭിച്ചതാകട്ടെ 100 മേനി വിളവ്. കാർഷിക സംസ്കാരത്തെ തിരിച്ചുകൊണ്ടുവരാനും യുവതലമുറയ്ക്ക് കൃഷിയോട് താൽപര്യം ഉണ്ടാക്കാനുമാണ് കൃഷി. പാടത്തുനിന്ന് പാടത്തിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൃഷിയിറക്കിയത്.
നിലവിൽ നമുക്കറിയാം പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് ഈ കൃഷി ഇറക്കുന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. ഓരോ ഘട്ടവും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഘട്ടവും എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വാടനാംകുറിശി സ്കൂളിലെ വിദ്യാർത്ഥികൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിന്റെ ഭാഗമായത് എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കൃഷി ഇറക്കി 100 മേനി വിളയിക്കാൻ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ ഒരു ഭാഗം ഇതിനുവേണ്ടി മാറ്റിവെച്ചതിന് അവരെ ഓരോരുത്തരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. വാടാനംകുറിശി അശ്വതി പാടശേഖരത്തിലെ 1 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തത്. പൊന്മണി വിത്താണ് ഉപയോഗിച്ചത്. മുൻ വർഷങ്ങളിലും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ന്യൂസ് 18ക്ക് വേണ്ടി ക്യാമറാമാൻ ശശി നാരായണനൊപ്പം കോന്നിയിൽ നിന്നും KU ജനീഷ് കുമാർ. മൂന്നാർ കോളനിയിലെ ആയിരക്കണക്കിന് പേർക്ക് ആശ്രയമായി മാറിയിരുന്ന പഞ്ചായത്തിന്റെ ജനകീയാരോഗ്യ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. പകൽ നേരങ്ങളിൽ പോലും ഇഴജന്തുക്കൾ ആരോഗ്യ കേന്ദ്രത്തിൽ കയറുന്ന സ്ഥിതിയാണ് നിലവിൽ. ദയനീയാവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജീവനക്കാർ അടക്കമുള്ളവരുടെ ആവശ്യം. സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലല്ലാത്ത മൂന്നാർ കോളനി നിവാസികൾക്ക് ഏറെ ആശ്വാസമാണ് പഞ്ചായത്തിന്റെ ജനകീയ ആരോഗ്യ കേന്ദ്രം. മാത്രമല്ല, കുട്ടികൾക്കുള്ള വാക്സിനും ഇവിടെയുണ്ട്. എന്നാൽ ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഒന്നിരിക്കുന്നതിനുള്ള ഇരിപ്പിടമോ അടിസ്ഥാന സൗകര്യമോ ഈ ആരോഗ്യ കേന്ദ്രത്തിലില്ല. കെട്ടിടത്തിന് പുറത്ത് മണിക്കൂറോളം നിന്നാണ് പലരും ആവശ്യങ്ങൾ നിറവേറ്റി മടങ്ങുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന് ചുറ്റും കാടുകയറി കിടക്കുകയാണ്. ഇതിനാൽ പകൽ നേരങ്ങളിൽ പോലും ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. മൊത്തത്തിൽ കാട് പിടിച്ച് പിള്ളേരും ഗർഭിണികളും എല്ലാവരും കൂടെ വരുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇതിന് ഒരു വൃത്തിയും ഇങ്ങനെ ഒന്നും ഇല്ലാതെയാണ് ഇവിടുത്തെ റിസോർട്ടിലുള്ളവർ ചെയ്യണത്. ഇത് എന്നാന്ന് വെച്ചാൽ ആൾറെഡി ഞാൻ ഒരു ലെറ്റർ സെക്രട്ടറിക്ക് കൊടുത്തായിരുന്നു. ആരും ഇതിനൊരു മുൻകൈ എടുക്കണില്ല. പക്ഷേ ഈ വേസ്റ്റ് പിന്ന് വെച്ചിരിക്കുന്നത് ഈ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നത്. മുഴുവനും വേസ്റ്റ് ഈ ഹെൽത്ത് സെന്ററിലാണ് വന്ന് വീഴുന്നത്. 2 കെട്ടിടങ്ങളിലായാണ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കേന്ദ്രത്തിന് അടച്ചുറപ്പുള്ള കവാടവും ഉയരമുള്ള ചുറ്റുമതിലും ഇല്ലാത്തതിനാൽ മാലിന്യ പ്രശ്നവും രൂക്ഷമാണ്. മാത്രമല്ല, നടപ്പാതകളടക്കം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയുമാണ്. പ്രശ്നത്തിൽ പഞ്ചായത്ത് ഇടപെട്ട ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാൽജാജിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും തോട്ടം മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂന്നാർ ഉടുമൽപേട്ട അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. ഉപരോധം സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. എസ്റ്റേറ്റ് മേഖലയിൽ സ്ഥിരം സാന്നിധ്യമുള്ള ആനയാണ് ആക്രമണം നടത്തിയത്. മൂന്നാർ ഉടുമൽപേട്ട അന്തർ സംസ്ഥാന പാത അരമണിക്കൂറോളം പ്രവർത്തകർ തടഞ്ഞു. പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന ഹനുമാൻ കുരങ്ങിനെ പാനൂരിൽ കണ്ടെത്തി. കൈക്ക് പരിക്കേറ്റ അവശനായിരുന്ന കുരങ്ങിനെ റെസ്ക്യൂ ടീം പിടികൂടി. ഇന്ത്യയിൽ പ്രധാനമായും ഗോവ, കർണാടക, കേരളം എന്നിവിടങ്ങളിലെ പശ്ചിമഘട്ട വനമേഖലകളിലാണ് ഹനുമാൻ കുരങ്ങിനെ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഹനുമാൻ കുരങ്ങിനെ അവശനിലയിൽ കണ്ടെത്തിയത്. പരിസരത്തുള്ളവർ വിവരമറിയിച്ചതനുസരിച്ച് കണ്ണവം റെസ്ക്യൂ വാച്ചർ BC ബിജിലേഷ് എത്തി കുരങ്ങിനെ പിടികൂടി. കൈക്ക് മുറിവ് പറ്റിയ കുരങ്ങിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പരിക്ക് സാരമായതിനാൽ കണ്ണൂർ ജില്ലാ വെറ്റിനറി ആശുപത്രിയിലേക്ക് കൂടുതൽ ചികിത്സയ്ക്കായി അയച്ചു. സ്വതവേ കൂട്ടമായി ജീവിക്കുവാനും സഞ്ചരിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഇവയ്ക്ക് സാധാരണ ഇലകളും ഫലങ്ങളും ചിലതരം പൂക്കളുമാണ് പ്രിയ ഭക്ഷണം. കുരങ്ങെങ്ങനെ ജനവാസ കേന്ദ്രത്തിലെത്തി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കൈയുടെ പരിക്ക് ഭേദമായാൽ കുരങ്ങിനെ ആവാസ വ്യവസ്ഥയിലേക്ക് മടക്കി അയക്കും. ന്യൂസ് 18 പാനൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും കോഴിക്കോട് ജില്ലാ വടകര ക്ലസ്റ്ററും സംയുക്തമായി നടത്തുന്ന പ്രഭ പദ്ധതിക്ക് തുടക്കം. ഭിന്നശേഷിക്കാരായവർക്ക് വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പ്രഭ. പദ്ധതിയിലൂടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. വീൽ ചെയറുകൾ, വാട്ടർ ബെഡുകൾ, BP അപ്പാരറ്റസ്, ജെൽ പാക്കസ്, സ്റ്റെതസ്കോപ്പ്, എയർ സൈക്കിൾ, വാക്കർ, ഊന്നുവടി, ഹിയറിംഗ് ബഡ്സ്,
ഹിയറിംഗ് ബഡ്സ്, ബാറ്ററികൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. 100ഓളം പേരാണ് ഗുണഭോക്താക്കൾ. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് അരങ്ങേറി. ന്യൂസ് 8 വേണ്ടി തൃശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. ഗുരുവായൂർ നഗരസഭയിൽ കെ-സ്മാർട്ട് നടപ്പിലായതോടെ വിവാഹ രജിസ്ട്രേഷൻ വേഗത്തിലായി. ഡാറ്റാ സംവിധാനങ്ങളെല്ലാം ഓൺലൈനിൽ പൂർത്തിയാക്കിയാൽ വരനും വധുവിനും നഗരസഭയിൽ എത്താതെ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാകും. കെ-സ്മാർട്ട് വന്നതോടെ 10 മിനിറ്റ് കൊണ്ട് വിവാഹ രജിസ്ട്രേഷൻ നടത്താവുന്ന നഗരസഭയായി ഗുരുവായൂർ മാറി. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ രജിസ്ട്രേഷൻ അരമണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് കെ-സ്മാർട്ട് വന്നതുകൊണ്ടാണ്. ഡോക്യുമെന്റേഷനുകളെല്ലാം റെഡിയായി ഓൺലൈനായി അപേക്ഷ നൽകിയാൽ വെറും 10 മിനിറ്റിനകം നാടിന്റെ ഏത് കോണിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനായി വരനും വധുവിനും ആപ്ലിക്കേഷനിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ വരനും വധുവും വിവരങ്ങൾ നൽകണം. അപ്പോൾ അവരുടെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് OTP വരും. ഇത് ലോഡ് ചെയ്ത് കൊടുത്താൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനായി നഗരസഭയിൽ കുടുംബവുമായി വരനും വധുവും വന്നു നിന്ന് സമയം ചിലവഴിക്കേണ്ടതില്ല. ഇപ്പോൾ കെ-സ്മാർട്ട് നടപ്പിലായതിനു ശേഷം ഇതുവരെയുള്ള കണക്ക് നോക്കിയാൽ ഏകദേശം 154 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്ത് തത്സമയം സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭ്യമായിട്ടുണ്ട്. വളരെ അപൂർവം വിവാഹങ്ങളുടെ അപേക്ഷകളിലുള്ള ന്യൂനതകൾ കാരണം അത് ചിലത് മാറ്റിവെച്ചിട്ടൊഴികിയാൽ നേരിട്ട് ഇവിടെ രജിസ്റ്ററുടെ ലോഗിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി കല്യാണ മണ്ഡപത്തിന് സമീപം തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കെ-സ്മാർട്ട് വന്നതിന് ശേഷം 153 വിവാഹങ്ങൾ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ന്യൂസ് 18 ഗുരുവായൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രഭാത കേരളത്തിൽ അശ്വതി എത്തും. നമസ്കാരം. ഈ പരിപാടി